ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നേരെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുസിയും കിമ്മും കൂടെ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, എൻ്റെ മൈൻഡ് ഇത് മാത്രമായിരുന്നു എന്ന് കിമ്മിനോട് ഭയങ്കരമായിട്ട് നമ്മുടെ പുസി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ അമ്മ എന്ന് പറഞ്ഞാൽ ശരി ഓക്കെ ഇവിടെ വാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മെയ്ഡിനെയും കിമ്മിനെയും കൂട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരു ഗോസിപ്പ് പറഞ്ഞിട്ടേ അങ്ങനെ ചോദിക്കും. എന്താ ഗോസിപ്പ് അതോ ഞാൻ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന കണ്ടു. ആണോ എവിടെ? കവിളടാ, അവർ രണ്ടുപേരും ഉമ്മ വെച്ച് കാര്യമായിട്ട് ആണോ? അയ്യോ എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ അയ്യോ രോമാഞ്ചപ്പത്ത് പുള്ളിക്കിരിയാവുന്നുണ്ട് ഞാൻ. അയ്യോ എനിക്ക് വയ്യല്ലോ, എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. ഞാനത് ആലോചിച്ചിരിക്കുന്നു. ഭയങ്കര സീനായിരുന്നേ. അപ്പോൾ ഇവർ രണ്ടുപേരും ആണോ സത്യമായിട്ടും ആണോ നിങ്ങൾ കണ്ടോ? ആളെ കണ്ടു, ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് നമ്മുടെ തീ വരുന്നത്. തീ വന്നിട്ട് എന്താ ഗോസിപ്പ് പറയുന്നത്, എന്നെക്കുറിച്ചാണോ എന്നോട് എല്ലാം പറയാമെന്ന് വെച്ചാൽ നിന്നെക്കുറിച്ച് ഗോസിപ്പ് പറയാൻ പറ്റും, നീ പക്കാ ഹീറോ അല്ലേടാ. ഞാൻ ശരി ശരി ഓക്കെ എന്താണ് സംഭവം? ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ സംസാരിക്കുകയായിരുന്നു. ഓക്കെ പ്രിന്നോട് പ്രിന്ന് രാവിലെ തന്നെ വല്ല ഗേൾസിൻ്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടോ? അവനക്ക് ഇവിടെ വീട്ടിൽ നിൽക്കുന്ന സമയം ഒന്ന് പോയേച്ചി നിങ്ങൾ അവനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കാതെ എന്ന് പറയും. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് നമ്മുടെ പ്ലോട്ടും ക്ലാവും കൂടെ കയറി വരിക. അതായത് അവർ പ്രിന്ന് സുഖമില്ലാന്ന് പറഞ്ഞ് പോയതല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കയറി വരികയാണ് റൂമിലോട്ട്. അപ്പോൾ നമ്മുടെ തീ പറയും വേണമെങ്കിൽ വിശ്വാസമില്ലെങ്കിൽ വേണമെങ്കിൽ പ്ലോട്ടിനെ ചോദിക്കും. പ്ലോട്ട് കാര്യം പറ, നിൻ്റെ ചേട്ടൻ വന്ന ഗേൾസിൻ്റെ കൂടെ കറങ്ങാൻ വേണ്ടി പോയിരിക്കുകയല്ലേ? ഗേൾസിൻ്റെ കൂടെ ആരെയാ? അതൊന്നുമല്ല, എൻ്റെ ഏട്ടനക്ക് സുഖമില്ല. ഡാഡിയും പ്രിന്നും കൂടെ തമ്മിൽ ഫൈറ്റ് ആയെന്ന് തോന്നുന്നു. അങ്ങോട്ട് പ്രിന്ന് സുഖമില്ലെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ അവനക്ക് വേണ്ട തിങ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ആരാസല്ലേ എന്താ പ്രശ്നം ചേച്ചി? നമ്മുടെ തീ ഭയങ്കര ടെൻഷനാവുകയാണ്. ഒന്നുമില്ല ശരി ഓക്കെ ഞങ്ങളെല്ലാവരും കാണാൻ പറ്റും. ഇല്ല വേണ്ട ഞാൻ പോയിട്ട് വന്നോളൂ. അപ്പോൾ ക്ലാ പറയും നീ തീനോട് പ്രിന്നോട് പറയണേ എനിക്കിപ്പോൾ ക്ലബ്ബിലെ വർക്ക് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പോവാണ്, ഒന്നും വിചാരിക്കരുതെന്ന് പറയും. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ തീ പറഞ്ഞ് ഞാനും വരികയാണ്. ശരി ഓക്കെ അവരങ്ങനെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ പ്രിന്ന് വന്നിട്ട് കയ്യിൽ ചെറിയ ഫ്രാക്ചർ ഉണ്ട്. അപ്പോൾ മൂപ്പരെ ഒരു നേഴ്സ് കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ പ്രിന്നിനെ കാണാൻ വന്നതിൽ പ്ലോട്ടിനും ഹാപ്പി, അതായത് തീക്ക് ഹാപ്പിയാണ്. അപ്പോൾ അവൾക്ക് അവരുടെ ഡാഡി വരുന്നുണ്ട്. ഡാഡി വരുമ്പോൾ നമ്മുടെ പ്രിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതാണ് തീ, ഇതാണ് ഡാഡി തീ ഡാഡി അങ്ങനെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തീ ഒന്നും പറയാതെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ പ്രിന്നോട് ഡാഡി പറയണം ശരി ഓക്കെ ശ്രദ്ധിക്കുക അങ്ങനെ പറഞ്ഞിട്ട് ഒന്നും സൈലൻ്റായിട്ട് അങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മുടെ തീ വന്ന് കുറച്ച് മുന്നോട്ട് വന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അവർ ഡാഡി വരുന്നുണ്ടോ നോക്കിയിട്ട് ഡാഡിനോട് പറയാൻ അതെ ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കും, നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ? കുട്ടികളെ മീറ്റ് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അവരിങ്ങനെയാണ് അടിക്കേണ്ടത്, നിങ്ങൾക്ക് കുറച്ചിങ്ങനെ സമാധാനത്തോടെ സംസാരിച്ചൂടെ, എന്നാൽ നിങ്ങളിങ്ങനെ ചേച്ചി ഭയങ്കര ചൂടാവുക. അപ്പോൾ നമ്മുടെ പ്രിൻ്റെ അച്ഛൻ പറയും എനിക്ക് പറഞ്ഞിട്ട് നീ എന്തോ വല്ല മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്താണെന്ന് വിചാരിക്കുന്നു. എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്? അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മുടെ പ്രിൻ്റെ അച്ഛൻ പറയും അയ്യോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ പ്രിൻ്റെ കാര്യത്തിൽ കുറച്ച് അധികം കെയർ എടുക്കുന്നുണ്ടെന്ന്. എനിവേ താങ്ക്സ്. പക്ഷേ ഞാൻ വന്നിട്ട് പ്രിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അവനെ ഇതുവരെ ഒന്നിനും ഒപ്പോസ് ചെയ്തിട്ടില്ല. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, പക്ഷെ ഞാൻ ഒന്നിനും ഒപ്പോസ് ചെയ്തിട്ടില്ല. അവൻ നല്ല കുട്ടി തന്നെയാണ്. ഇത് അവൻ സ്റ്റെയറിന് അറിയാതെ താഴെ ചാടിയതാണ്. അങ്ങോട്ട് കൈ ഇങ്ങനെ സ്ലിപ്പായിട്ടായതാണ്, വേറൊന്നുമല്ല. ശരി ഓക്കെ സോറി അങ്ങനെ പറയാം നമ്മുടെ പ്രിന്നിനോട്. പ്രിന്നെ നീ നോക്കുന്നതിൽ താങ്ക്സ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പ്രിൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. തീക്ക് സമാധാനമാവുക. അങ്ങനെ നേരെ കാണിക്കുന്നത് നമ്മുടെ മോളിലാണ്. നമ്മുടെ തീ നേരെ കോളേജിൽ പോയിട്ട് നമ്മുടെ തുന്നിനോട് ചോദിക്കണം എടാ നോട്ട്സൊക്കെ ഇല്ലേ, നീ താട്ട് പ്രിന്നിനെ കൊണ്ടുപോയി കൊടുക്കണം. എന്തിനാ നീ പ്രിന്നിനെ എന്തിനു കൊണ്ടുപോയി കൊടുക്കുന്നത്? അല്ല അവൻ പാവല്ല, അവനക്ക് ഇത് കുറച്ച് കഷ്ടമുള്ള, അതുകൊണ്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണ്ടേ, നമ്മളൊന്നെങ്കിൽ ഫ്രണ്ട്സല്ലേ. ഇത് ഫ്രണ്ട്സ് ഒന്നും ചെയ്യൂല, നിനക്കറിയാം ഇത് ആരാ ചെയ്യാം. ഇത് യൂഷ്വലി ലവേഴ്സ് മാത്രമേ ചെയ്യുള്ളൂ. ഫ്രണ്ട്സ് ഒന്നും അവൻ പഠിച്ചില്ലെങ്കിൽ എനിക്കെന്താ എന്ന് പറയുന്ന മൈൻഡ് സെറ്റേ ഉണ്ടാവുള്ളൂ. ഇത് ഓൺലി ലവേഴ്സ് മാത്രമേ ഇങ്ങനെ കെയർ ചെയ്യുള്ളൂ. ആണോ? അങ്ങനെയൊന്നുമില്ലടാ, ഫ്രണ്ട്സ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക അങ്ങനെ. എന്നിട്ട് അവന് ശരി ഓക്കെ ഞാൻ പോവാണ്, ഇനി നിന്ന് വൈകുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ തുന്നിൻ്റെ കയ്യിൽ നിന്ന് നോട്ട്സൊക്കെ വാങ്ങിയിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ തുൻ പറയുന്നുണ്ട് ഓക്കെ ഒരു ദിവസം നീ തന്നെ നിൻ്റെ ഫീലിങ്സൊക്കെ മനസ്സിലാക്കും, അപ്പോൾ നിനക്കും അറിയാം നിൻ്റെ ഹൃദയം എന്ത് പറയുന്നു നിനക്ക് മനസ്സിലാവും എന്നിട്ട് തുന്നോന്ന് പറഞ്ഞ് ഇവൻ നേരെ മുകളിലോട്ട് പോയി പ്ലോട്ടിന് ഫോൺ ചെയ്യുന്നുണ്ട്. പ്ലോട്ടിന് ഫോൺ ചെയ്തിട്ട് എടാ ഞാൻ മുകളിലല്ല, നിനക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് വരണോ ചോദിക്കാം. ഇല്ല ഒന്നും വേണ്ട എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ പ്രിൻ്റുണ്ടോ അടുത്ത്? പ്രിന്നിന് എന്താ വേണ്ടത് ചോദിക്കാം. ഇല്ല പ്രിൻ്റൊന്നും വേണ്ട. ശരി ഓക്കെ അങ്ങനെ അവർ നേരെ അവിടെ നിന്ന് കട്ട് ചെയ്താലും അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ റൂമിലാണ്. റൂമിൽ നമ്മുടെ പുസിയും കിമ്മും കൂടെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ലോട്ടറി വിൻ ചെയ്ത കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നോക്ക് കിം നീ ചൂസ് ചെയ്ത നമ്പറിൽ കിട്ടിയില്ല, ഇപ്രാവശ്യം ഞാനേ ചൂസ് ചെയ്ത് കൊണ്ട് അങ്ങനെ എന്തായാലും ഈ നമ്പറിൽ ഞാൻ വിൻ ചെയ്യും പറഞ്ഞാൽ അവർ രണ്ടുപേരും ലോട്ടറിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് കെവിൻ വരുന്നുണ്ട്. വാട്ട് എ ഹാൻസം ബോയ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുസി വായ തുറന്ന് നോക്കുന്നുണ്ട്. ഹാൻസം ബോയ് നിനക്ക് എന്താ വേണ്ടത്, നീ ആരാണ്, നീ എന്താ ഇവിടെ ഉള്ള? ഒന്നുമില്ല ഞാൻ തുന്നിനെ കാണാൻ വേണ്ടി വന്നതാണ്. തുന്നിയുണ്ടോ ഇവിടെ ചോദിക്കും. അപ്പോൾ പുസി ചോദിക്കും കിം തുന്നിയുണ്ടോ ഇവിടെ? എന്ന് പറയുമ്പോൾ തന്നെ തുന്നി കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതാ തുന്നി ഇതാക്കണ വരുന്ന. അപ്പോൾ കെവിനും അവനും കൂടെ സംസാരിക്കാതെ വരും. നിങ്ങളറിയുമോ ചോദിക്കാൻ വന്ന പുസി ഉണ്ടാകും നിൽക്കും. കാരണം എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും കണ്ടിലേ സംസാരിച്ചും കൊടുക്കുക, സൈലൻ്റായിട്ട് ഇങ്ങനെ സ്റ്റാറിങ് മൊമെൻറ്റിൽ അങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ പുസി പറയും ഓക്കെ നിങ്ങളെന്നാൽ സംസാരിക്കുക ഞാൻ പോവാം നിങ്ങൾ രണ്ടും പ്രൈവറ്റായി സംസാരിക്കുന്നുണ്ട് നമ്മുടെ തുന്നു അവിടുന്ന് തുന്നുവിനും കെവിനും പൈസ കൊടുത്തിട്ട് നമ്മുടെ പുസി അവിടുന്ന് പോവാണ്. ഇവർ രണ്ടുപേരും നിന്ന് സംസാരിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കെവിൻ പറയും ഞാൻ നിനക്ക് വേണ്ടി നിൻ്റെ ബുക്സും നിൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ തുന്നൊന്നും പറയുന്നത് ശരി ഓക്കെ താങ്ക് യു അങ്ങനെ പറഞ്ഞ് വാങ്ങിയിട്ട് ബാഗിൽ വെച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നാൽ നിനക്ക് പോകാമല്ലോ ചോദിക്കും. അങ്ങനെയൊന്നുമില്ല നമുക്ക് പഴയതുപോലെ ലവേഴ്സ് ആവാം, ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പറയും അതൊക്കെ പഴയ കാര്യമല്ലേ, നീ എന്തിനാ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിനക്ക് പുതിയ ലവറില്ല, നീ നിൻ്റെ ലൈഫ് നോക്കാൻ നോക്കും, വെറുതെ എൻ്റെ പിന്നാലെ എന്തിനാ വരാൻ നിൽക്കുന്നത് അങ്ങനെ ചോദിക്കും. അപ്പോൾ കെവിൻ പറയും അങ്ങനെയൊന്നുമില്ല, നീ എന്നെ മിസ് ചെയ്യുന്നില്ല, ഞാൻ പഴയ കാലമൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ കവിൻ വന്നിട്ട് വലിയ പാച്ചപ്പാവാൻ നോക്കുകയാണ്. പക്ഷേ തുന്നി സമ്മതിക്കുന്നത് ലാസ്റ്റ് അവൻ ഭയങ്കര ഫീൽ ചെയ്തിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ നമ്മുടെ തുന്നിനെ സഹിക്കില്ല, പിന്നാലെ പോയി കെട്ടി പിടിക്കും. അപ്പോൾ ശരി ഓക്കെ ഇനി പഴയതുപോലെ നമ്മുടെ ലവേഴ്സ് അല്ലേ അങ്ങനെ പറഞ്ഞാൽ അവർ രണ്ടുപേരും ലവേഴ്സായി. അങ്ങനെ പഴയ കാലത്ത് ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ഇവർ രണ്ടുപേരും സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ് ഒരു ഗാർഡൻ ഏരിയയിൽ. അപ്പം കവിൻ പറയും ഈ പ്ലേസ് കാണാൻ ഭയങ്കര രസമുണ്ടല്ലേ, എനിക്ക് ഇതേപോലത്തെ നിറയെ ട്രീസൊക്കെ ഉള്ള പോലത്തെ ഒരു വീട് വേണം. അപ്പം നമ്മുടെ തുന്നി ചോദിക്കും ഏയ് നീ എൻ്റെ ഐഡിയ കട്ടെടുത്തോ ചോദിക്കുക. അതെന്താ, എനിക്ക് അതേപോലത്തെ ഒരു വീട് വേണം, അതാണ് എൻ്റെ ആഗ്രഹം. ശരി ഓക്കെ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇന്ന് ഫ്യൂച്ചറിൽ അതേപോലെ ഒരു വീട് വെക്കാം, നീ ചെടിയൊക്കെ നടുന്നത് നമുക്ക് രണ്ടുപേർക്കും അവിടെ ഒരുമിച്ച് ജീവിക്കുക, അങ്ങനെ ഓക്കെ അല്ലേ. അങ്ങനെ പറഞ്ഞാൽ അവർ രണ്ടുപേരും ആ ഒരു ചോക്ലേറ്റൊക്കെ കഴിച്ച് പാട്ടൊക്കെ കേട്ട് ഭയങ്കര സ്വീറ്റ് മൂമെൻറ്റ്സ് എൻജോയ് ചെയ്യാണ്. അതോടെ ഫ്ലാഷ് ബാക്ക് അവസാനിക്കുക. ഇപ്പോൾ ഈ ഫ്ലാഷ് ബാക്കിൽ നിന്ന് കട്ട് ചെയ്ത് വന്നാൽ സെയിം സ്പേസിൽ രണ്ടുപേരും ഒരേപോലെ കിസ് ചെയ്തിട്ട് ചോക്ലേറ്റൊക്കെ കഴിച്ച് അവൻ്റെ മുടിയിൽ തുന്നി കടന്നുകൊണ്ട് അവർ ആ പഴയകാലം അങ്ങനെ പഴയകാല സ്മരണകൾ കൈവറക്കിയിരിക്കുമ്പോഴാണ് നേരെ അയറിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വരുന്നത്. നമ്മൾ അയറിൻ ഫോൺ ചെയ്യുമ്പോൾ അവനെ സൈലൻറ്റിൽ വെച്ചിട്ട് നമ്മുടെ കവിൻ വന്നിട്ട് തുന്നോട് പറഞ്ഞിട്ട് ശരി ഓക്കെ നിൽക്കുക ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം, നീ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുക അങ്ങനെ പറഞ്ഞിട്ട് അയറിൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അയറിൻ ചോദിക്കുന്നത് എന്താ കവിൻ ഇന്ന് നീ വരാത്തേ, എക്സസൈസ് ഒക്കെ ഉള്ളതല്ലേ, നീ എന്താന്ന് വരാൻ ഞാൻ ചോദിക്കും. ഒന്നുമില്ല ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കൊരു ജൂനിയർ ഉണ്ടെന്ന്, അപ്പം ആ ജൂനിയറിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമായിരുന്നു, അതിന് വേണ്ടി വന്നതാണ്, നാളെ നിന്നെ ക്യാച്ചപ്പ് ചെയ്യാം ഓക്കെ അല്ലേ അങ്ങനെ പറഞ്ഞാൽ അവനോട് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തുന്നി നോക്കിയാണ് സംസാരിക്കുന്നത്, എനിക്ക് എന്നിട്ട് ഇവൻ ഡബിൾ ട്രാക്കിൽ കളിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ അറിയാം. ഓക്കെ ഓക്കെ ബൈ ബൈ.